മലപ്പുറം വളാഞ്ചേരിയിൽ യുവതിയെ വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്തുവെന്ന പരാതിയിൽ 2 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്. യുവതി ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. സമീർ ബിൻ കരീം മലപ്പുറത്തുനിന്ന് ചെയ്തതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി. സമീർ, ഇത് ഇന്ന് വൈകിട്ട് പുറത്തുവന്നൊരു വാർത്തയാണ്. ഇങ്ങനെ വീട്ടിൽ കയറി കൂട്ടബലാത്സംഗം ചെയ്തു എന്നൊരു പരാതി. അതിൽ തന്നെയാണോ ഇപ്പം ഈ 2 പേർ കസ്റ്റഡിയിൽ എന്ന വാർത്ത വരുന്നത്? എന്താണ് പോലീസ് നൽകുന്ന വിവരം ഇത് സംബന്ധിച്ച്? പ്രജിൻ, കഴിഞ്ഞ 16-ാം തീയതി വളാഞ്ചേരിയിലെ ഒരു യുവതിയെ ഏതാണ്ട് 3 പേർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തു എന്നുള്ളതായിരുന്നു യുവതിയുടെ പരാതി. ഈ പരാതിയിൽ നിലവിൽ 3ാമത്തെയാളായി നിലവിൽ വളാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെത്തിയിരിക്കുകയാണ്. വളാഞ്ചേരി പോലീസ് പാലക്കാട് എത്തിയാണ് 3ാമനെ കസ്റ്റഡിയിലെടുത്ത് നിലവിൽ വളാഞ്ചേരിക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ വൈകുന്നേരത്തോടു കൂടി തന്നെ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ പോലീസ് വിശദമായി നിലവിൽ ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ 16-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. യുവതിയുടെ ബന്ധു വീടായ വളാഞ്ചേരിയിലേക്ക് വന്നതായിരുന്നു. തുടർന്ന് രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ വീട്ടിലേക്ക് 3 അംഗ സംഘം അതിക്രമിച്ച് കയറുകയും ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കി എന്നുള്ളതുമാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. ഇന്നാണ് യുവതി പോലീസിൽ പരാതിയുമായി സമീപിച്ചത്. കഴിഞ്ഞ ദിവസം യുവതിയുടെ സുഹൃത്തിന് ഇക്കാര്യങ്ങൾ പറയുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സുഹൃത്ത് യുവതി ആശുപത്രിയിലേക്ക് എത്തിക്കുകയും തുടർന്ന് ആശുപത്രിയിൽ നിന്നാണ് പോലീസിന് സംഭവവുമായി ബന്ധപ്പെട്ട വിവരം ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിശദമായി തന്നെ പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ വ്യക്തതയുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും നിലവിൽ 3 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. പ്രജിൻ, എന്നാൽ ഈ സംഭവത്തിൽ 3ാമത്തെ ആളും പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ വാർത്ത. പാലക്കാട് നിന്നുമാണ് ഇയാൾ കസ്റ്റഡിയിലായിട്ടുള്ളത്. സമീർ ബിൻ കരീമാണ് മലപ്പുറത്തു നിന്നും വിശദാംശങ്ങൾ നൽകിയത്.